സെൽഫ് ഗോളാണോ അതോ യഥാർത്ഥ ഗോളാണോ എന്ന ഈ ചർച്ചയിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ ഒഴിഞ്ഞ നേരമില്ല. ഒന്നിന് പുറകെ ഒന്നായി എല്ലാത്തരം ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുന്ന ട്രംപിനെ കാണുന്നു. ഇതൊരു ഗെയിമായിട്ട് കാണുകയാണ് അദ്ദേഹം. അതിലേറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡാണ് ഈ പറയുന്ന H-1B വിസയ്ക്ക് $1,00,000 ഫീസ് ചുമത്തുന്ന നടപടി. ഇവിടെ ഇന്ത്യക്ക് ഇതൊരു വലിയ പാഠമാക്കേണ്ടതാണ്. കാരണം അതുകൊണ്ടാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തോടായി ചെയ്ത പ്രഭാഷണത്തിൽ വ്യക്തമായി ഊന്നിപ്പറഞ്ഞ ആത്മനിർഭർ ഭാരതത്തിൻ്റെ അന്തസത്ത അതാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണത്? ഇവിടെ ഒരു വലിയ തോതിലുള്ള ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നു. ഇന്ത്യ വലിയ രീതിയിൽ പണം മുടക്കി ടെക്കികളെ സൃഷ്ടിച്ച്, ടെക്നോക്രാറ്റുകളെ അല്ലെങ്കിൽ പ്രൊഫഷണലി സ്കിൽഡ് ആളുകളെ സൃഷ്ടിച്ചതിന് ശേഷം അമേരിക്കൻ മാർക്കറ്റിന് വേണ്ടി അത് പ്രൊവൈഡ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവർ ഉന്നത വിദ്യാഭ്യാസം അമേരിക്കയിൽ ചെയ്തതിന് ശേഷം അവസാനം H-1B വിസയിൽ എത്തിച്ചേരുകയും ഗ്രീൻ കാർഡ്, പിന്നെ അൾട്ടിമേറ്റ്ലി സിറ്റിസൺഷിപ്പ്. ഇത് ഒരു തരം ഒരു മൈഗ്രൻ്റ് പാറ്റേൺ ആണ്. ഇത് അമേരിക്കയ്ക്ക് ഇപ്പോൾ തത്വത്തിൽ സ്വീകാര്യമല്ല. ആ ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റ് ആണ് ട്രംപിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം. ആ മാൻഡേറ്റിനോടൊപ്പം തന്നെയാണ് ട്രംപ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ട്രംപിനെ ഇന്ത്യക്ക് കുറ്റപ്പെടുത്താനാവില്ല. ആ മാൻഡേറ്റ്, കുടിയേറ്റ വിരുദ്ധത, അതൊരു മാൻഡേറ്റാണ്. അമേരിക്കൻ ജനത അത് എൻഡോഴ്സ് ചെയ്ത് നൽകി. അതനുസരിച്ച് ട്രംപ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നേരത്തെ ശ്രീ ഡോക്ടർ ജോസ് കുട്ടി പറഞ്ഞ ആ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ തിരിയേണ്ടത്. യഥാർത്ഥത്തിൽ ഇതൊരു അമേരിക്കയുടെ ഒരു റിജുവനേറ്റഡ് അമേരിക്ക, അതിനുവേണ്ടിയാണല്ലോ അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അമേരിക്കക്കാർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ട്രംപ് ഉൾപ്പെടെ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഇന്ന് നാം കാണുന്ന അമേരിക്കയെ സൃഷ്ടിച്ചത് പല 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 സമയങ്ങളിലായി അമേരിക്കൻ മണ്ണിൽ എത്തിച്ചേർന്ന വിദേശികളാണ്. അവർ അമേരിക്കയിൽ എത്തിച്ചേരുമ്പോൾ അവർ അമേരിക്കക്കാരാകുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ആദ്യം പിൽഗ്രിം ഫാദേഴ്സ് വരുന്നു യൂറോപ്പിൽ നിന്ന്. പിന്നീട് യൂറോപ്പിൽ നിന്നും 16, 17, 18 നൂറ്റാണ്ടിൽ വൻതോതിലുള്ള മൈഗ്രേഷൻ ഉണ്ടാകുന്നു. പിന്നീട് ലേബറേഴ്സിനെ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നും കായബലമുള്ള ലേബറേഴ്സിനെ പരുത്തിത്തോട്ടത്തിലും കാപ്പിത്തോട്ടത്തിലും തേയിലത്തോട്ടത്തിലും കരിമ്പ് കൃഷിക്കും ഒക്കെ ആയി കൊണ്ടുവരുന്നു. ഏറ്റവും അവസാന ഗഡുവായിട്ടാണ് 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യക്കാർ വന്നു തുടങ്ങുന്നതും. 21-ാം നൂറ്റാണ്ടിലാണ് ടെക്കികൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇന്ന് വരെയുള്ള കഴിഞ്ഞ ഒരു 25 വർഷം 30 വർഷം സമയമാണ് ടെക്കികൾ എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രീംലി പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കലി ക്വാളിഫൈഡ് ആളുകൾ. അവരിലാണ് ഇപ്പം H-1B വിസ. അപ്പോൾ നേരത്തെ തന്നെ നമുക്കൊരു സൂചനയുണ്ടായിരുന്നു. വ്യാപാര യുദ്ധം മുറുകിയപ്പോൾ ഇന്ത്യക്കെതിരെ പിഴത്തീരുവ ഉൾപ്പെടെ ഈ ടാരിഫ് ചുമത്തിയപ്പോൾ 25 അധികം 25, അങ്ങനെ 50% തീരുവ ചുമത്തിയിട്ടും ഇന്ത്യ വഴങ്ങുന്നില്ല. ട്രംപിൻ്റെ പരിഭവം ഇന്ത്യ ചൈനയുമായി അടുക്കാൻ നോക്കുന്നു. റഷ്യയുമായി ചേർന്ന് നിന്നുകൊണ്ട്, ചൈനയുമായും ചേർന്ന് നിന്നുകൊണ്ട് ഡോളറിന് ബദലായി ബ്രിക്സിനൊരു കറൻസി എന്ന രീതിയിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള ഭയമുണ്ട്. അങ്ങനെയെങ്കിൽ തൻ്റെ ആവനാഴിയിലെ ഏറ്റവും അവസാനത്തെ അസ്ത്രമെടുത്ത് പ്രയോഗിക്കുക. അതാണ് അപ്രതീക്ഷിതമായി. ഇത് അത്ര പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമല്ല. കാരണം ഈ സർവീസ് മേഖലയെ ടച്ചപ്പ് ഓൺ ചെയ്യുന്നത് അത്ര ഗുണകരമാവില്ല. ഇന്ത്യക്കും ഗുണകരമാവില്ല, അമേരിക്കയ്ക്കും ഗുണകരമാവില്ല. ഇത് സർവീസ് സെക്ടറാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ഒന്ന് ഔട്ട്സോഴ്സ്ഡ് ലേബറിനെ നിയന്ത്രിക്കുന്നു, 2 അവിടെ ചെന്ന് അമേരിക്കയിൽ ലാൻഡ് ചെയ്യുന്ന ഇന്ത്യക്കാരെ പരമാവധി നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. പക്ഷേ അവിടെ വീണ്ടും നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് എത്തുന്നു. ആരാണ് അവിടെ ചെല്ലുന്നത്? നുഴഞ്ഞു കയറ്റക്കാരല്ല. മെക്സിക്കോയിൽ നിന്നും നുഴഞ്ഞു കയറുന്നത് പോലെയുള്ള വിഭാഗങ്ങളല്ല അമേരിക്കയിൽ കടന്നു വരുന്നതെന്ന് ഓർക്കണം. ഇവിടെ നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ച്, ഇന്ത്യയുടെ റിസോഴ്സസ് ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ ചെലവിൽ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള സബ്സിഡിയോടുകൂടി ഇവിടെ പഠിക്കുന്ന ആളുകൾ ആത്യന്തികമായി രാജ്യത്തിന് ആ മാനവശേഷി, മനുഷ്യവിഭവത്തെ, ഗുണമേന്മ വരുത്തിയ മനുഷ്യവിഭവത്തെ നഷ്ടപ്പെടുകയാണ്. അത് അമേരിക്കയ്ക്ക് ഗുണകരമാകേണ്ടതാണ്. അതിന് നിയന്ത്രണങ്ങൾ നോക്കൂ. 88 ലക്ഷം, $1,00,000 എന്ന് പറഞ്ഞാൽ 87-88 ലക്ഷം രൂപയാണ്. അത്രയും തുക സാധാരണഗതിയിൽ അതിനോടടുപ്പിച്ചൊരു തുകയാണ് ഒരു വാർഷിക വരുമാനമായി ഒരാൾ കിട്ടേണ്ടത്. അത് വിസ ഫീസായി കൊടുക്കേണ്ടി വരുമ്പോൾ കമ്പനികൾക്ക് എങ്ങനെയാണ്, ഇത് കമ്പനികൾ മുടക്കേണ്ട തുകയാണ്, കമ്പനികൾക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നും ഈ നറുക്കെടുപ്പിലൂടെയോ അല്ലാതെയൊക്കെ ആളുകളെ കൊണ്ടുവരാൻ കഴിയുക? അപ്പോൾ കമ്പനികൾ ഒരു പുനർവിചിന്തനം നടത്തും. അവർ സോഴ്സ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഫിലിപ്പീൻസിൽ നിന്നോ ഇന്തോനേഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നോ ഇത്രയ്ക്ക് ഗുണമേന്മയുള്ള ടെക്നീഷ്യൻസിനെ, ടെക്നോക്രാറ്റുകളെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാനാവില്ല. അതുകൊണ്ടാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് 2 തലയുള്ളൊരു വാള് തന്നെയാണ്. കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്
ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, അതിന് ബദലായി ഇപ്പോൾ ഇതാ യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ വീസ നയം പുതുക്കുന്ന ഒരു കാഴ്ച കണ്ടു. വിസ എന്ന രൂപത്തിൽ ചൈന പുതിയ വിസ ഇഷ്യൂ ചെയ്യുകയാണ്. അതുകൊണ്ട് വെൻ ഓൾ റോഡ്സ് ലെഡ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ആ ഘട്ടം മാറിയിരിക്കുന്നു. ഇനി മറ്റിടങ്ങളിലേക്ക് ഗ്ലോബലൈസേഷനെ ട്രംപ് പൊളിച്ചെടുക്കാൻ നോക്കുമ്പോൾ മറ്റ് ഇടങ്ങളിലേക്ക് ഈ ലേബർ വിന്യാസം, ടെക്നോക്രാറ്റുകളുടെ വിന്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്ത്യ ഈസ് വെയിങ് ദി സിറ്റുവേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി.